ഇഷ്ടായി മേക്കപ്പ്? എങ്ങനെയുണ്ട്? മേക്കപ്പ് ഇഷ്ടമായി. ഹെയറൊക്കെ നന്നായിട്ട് കിട്ടി. ഞാൻ വിചാരിച്ച പോലെ ആയാ? ഞാൻ വിചാരിച്ച മാതിരിയായി. അയ്യാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഹലോ, സിസ്ലോ ബ്യൂട്ടി സ്റ്റുഡിയോയുടെ ഒരു ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ കുറച്ച് ഷോർട്സ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ലോങ് വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതൊരു വ്ളോഗായിട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതേപോലെ തന്നെ നന്നായി ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ആദ്യത്തെ വ്ളോഗിലെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇത് നല്ല ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ്. അതേപോലെ തന്നെ നല്ല മഴയാണ് പുറത്ത്. ഇന്നത്തെ ദിവസം ഈ മഴ ഞങ്ങൾക്ക് പ്രശ്നം തരുമെന്ന് പേടിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഈ യാത്ര പോകുന്നത്. മുണ്ടക്കോട്ട് കുരിശി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. തൃശ്ശൂരിൽ നിന്ന് 1 മണിക്കൂർ മേലെ യാത്രയുണ്ട് കേട്ടോ ഈ സ്ഥലത്തേക്ക്. ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും അതേപോലെ തന്നെ എൻ്റെ അനിയത്തിയും പിന്നെ ചെറുതുരുത്തിയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ജോയിൻ ചെയ്യും കേട്ടോ ഈ യാത്രയിൽ. ഞങ്ങൾ ഏകദേശം ഒരു 4 മണിയോട് കൂടിയിട്ട് തന്നെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. ഇതാണ് ഞങ്ങളുടെ ബ്രൈഡ് അഞ്ജലി. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അഞ്ജലി എല്ലാ കാര്യങ്ങളും റെഡി ആക്കിയിട്ടാണ് ഇരുന്നായിരുന്നത്. നമുക്കിനി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഹൈലൈറ്റ് ആവണം, നല്ല ഡാർക്ക് കളറിൽ ആവണം. പിന്നെ മൊത്തത്തിൽ ലുക്ക് ഓവർ മേക്കപ്പ് വേണ്ട. സ്കിന്നിന് പറ്റിയ മേക്കപ്പ്. ഗ്ലാസ് ടച്ച്. അധികം ഡിമാൻഡൊന്നും അഞ്ജലിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടേതായ രീതിയിൽ അഞ്ജലിക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമാണ് ആൾ ഡിമാൻഡ് ചെയ്തിട്ടുള്ളൂ. അതൊക്കെ ആൾക്ക് ചെയ്ത് കൊടുക്കാനും പറ്റിയിട്ടോ. ഫസ്റ്റ് ഞാൻ ചെയ്തത് ഐബ്രോ ഹൈലൈറ്റ് ചെയ്യാണ് ചെയ്തത്. അതിന് ശേഷം ഐ മേക്കപ്പ് കൊടുത്തു. ഒരു റെഡ് ആൻഡ് ബ്രൗൺ കളർ മിക്സ് ചെയ്തിട്ടാണ് ഐ മേക്കപ്പ് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ ഗോൾഡൻ കളർ ഷിമ്മറാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ബ്രൈഡ് ആവശ്യപ്പെട്ട പ്രകാരം ചെറിയ രീതിയിൽ ടെയിലിട്ടിട്ട് ഐലൈനും ചെയ്തു കേട്ടോ. അഞ്ജലി ആകെ ആവശ്യപ്പെട്ടത് ഗ്ലോയി ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരുന്നു ഞാൻ. അപ്പോൾ അതിന് തന്നെ നമ്മുടെ ബേസ് അതിനായിട്ട് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അഞ്ജലിയുടെ സ്കിന്നും ഏകദേശം നല്ലൊരു സ്കിന്നായിരുന്നു. വലിയ ഡിസ്കളറേഷനോ അങ്ങനെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരുന്നു അഞ്ജലിയുടെ സ്കിന്നിൽ. ബ്രൈഡ് ആവശ്യപ്പെട്ട പ്രകാരം ഒരു ഗ്ലോയി ഫിനിഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് നാർസിൻ്റെ ഫൗണ്ടേഷനാണ്. നാർസിൻ്റെ ഫൗണ്ടേഷൻ നമുക്കൊരു ഗ്ലാസ് സ്കിൻ ഫിനിഷാണ് തരിക. അതേപോലെ തന്നെ നല്ല ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷനാണ്. ലോങ് ലാസ്റ്റിങ്ങും അതേപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൂഫാണ് നമ്മുടെ നാർസിൻ്റെ ഫൗണ്ടേഷൻ. അതിനുശേഷം നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തു, ബ്ലഷ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ബ്രൈഡിനെ നല്ല അടിപൊളിയായിട്ട് സുന്ദരിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ലിപ്സ്റ്റിക്ക്. ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ ആൾക്ക് ഒരു ഡിമാൻഡ് വന്നു. ഞാൻ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്കിൻ്റെ കളർ ആൾക്ക് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഓരോരുത്തരുടെയും സ്കിൻ ടോൺ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും സെയിം ആയിട്ടുള്ള കളറായിരിക്കില്ല നമ്മൾ ലിപ്പിൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ വരിക. എന്തായാലും ഒരു പരിധി വരെ ആവശ്യപ്പെട്ട പ്രകാരമുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡും യൂസ് ചെയ്തു കേട്ടോ. ഏകദേശം നമ്മുടെ മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടാണ്. നമ്മൾ വിചാരിച്ച സമയം കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. അപ്പോൾ നമ്മളിവിടെ നിന്ന് പാക്ക് ചെയ്തിട്ട് ഇനി നമുക്കൊരു ഗസ്റ്റ് ലുക്ക് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകണം. ചെറുതുരുത്തിയിലാണ് ആ ഗസ്റ്റ് ലുക്ക് ഉള്ളത്. പിന്നെ നമുക്ക് വീണ്ടും ഇവിടേക്ക് തന്നെ വരണം. ഇവിടെ നിന്നും കുറച്ച് മുന്നോട്ട് പോകണം. കുളക്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്ക് എത്തേണ്ടത്. അവിടെയാണ് അഞ്ജലിയുടെ റിസപ്ഷൻ്റെ മേക്കപ്പ് പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് റിസപ്ഷൻ പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മൊത്തം ട്രാവലിംഗ് ആണ്. അതുപോലെ തന്നെ അഞ്ജലിയുടെ ഹെയർ സ്റ്റൈൽ അഞ്ജലി റെഫർ ചെയ്ത പോലെ തന്നെ ചെയ്യാൻ പറ്റിയ ആൾക്കൊരു മെസ്സി ഹെയർ സ്റ്റൈലായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഫൈനലി അങ്ങനെ ഞങ്ങളുടെ ബ്രൈഡ് ഇതാ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് നമ്മൾ വിചാരിച്ചേക്കുന്നത് നന്നായിട്ട് അഞ്ജലിൻ്റെ ഫേസൊക്കെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അഞ്ജലി ആവശ്യപ്പെട്ടതിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന രീതിയിലായിരുന്നു അഞ്ജലിയുടെ ലാസ്റ്റ് ലുക്കൊക്കെ. ഞങ്ങൾക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു അഞ്ജലിയുടെ ഫേസും. അതേപോലെ തന്നെ നല്ല ഗ്ലോ ഫിനിഷിംഗ് ആയിരുന്നു അഞ്ജലിയുടെ ഫേസൊക്കെ. അങ്ങനെ ഞങ്ങളുടെ മേക്കപ്പൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറൊക്കെ എത്തിയിരുന്നു. ഇനി പതിവ് പോലെ തന്നെ നമ്മുടെ ഫോട്ടോ സെക്ഷനും വീഡിയോ സെക്ഷനും ഒക്കെയാണ്. അപ്പോൾ അവരെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഞങ്ങളുടെ ഫോണിൽ എടുത്തിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് വേഗം പോരേണ്ടി വന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ഗസ്റ്റ് ലുക്കും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തും വേണം, തിരിച്ച് വീണ്ടും ഇവിടേക്ക് തന്നെ വരും വേണം. അപ്പോൾ അതിനുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. എന്തായാലും അവരെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളും കുറച്ചെടുത്തിട്ട് അങ്ങനെ വേഗം പോകാനുണ്ടായത്. അഞ്ജലിയോട് മേക്കപ്പിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ആയിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അഞ്ജലിക്ക് ഒരു ക്യാമറയുടെ മുമ്പിൽ വന്ന് പറയാനുള്ള ഒരു മടി അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് അഞ്ജലിനെ ഒരു ട്രോളുന്ന ഇതാണ് കേട്ടോ അപ്പോൾ കാണുന്നത്. ഇഷ്ടമായി മേക്കപ്പ്? എങ്ങനെയുണ്ട്? മേക്കപ്പ് ഇഷ്ടമായി. ഹെയറൊക്കെ നന്നായിട്ട് കിട്ടി. ഞാൻ വിചാരിച്ച പോലെ ആയാ? ഞാൻ വിചാരിച്ച മാതിരിയായി. അയ്യാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അങ്ങനെ അവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടോ. ഇവിടെ ഒരു ഗസ്റ്റ് ലുക്കാണ് ചെയ്യാനുള്ളത്. ഇയാളുടെ ബ്രദറിൻ്റെ വെഡ്ഡിങ് ആണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ആൾക്കാകെ ഡിമാൻഡ് ഉണ്ടായിരുന്നത് ഹെയർ കുറച്ച് പഫിനെസ് ആയിട്ട് നിർത്തണം എന്നൊക്കെ ആയിരുന്നു. ഹെയറൊക്കെ ആൾ പറഞ്ഞത് പ്രകാരം ചെയ്യാൻ സാധിച്ചു കേട്ടോ. പിന്നെ ഫേസിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി. നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അത് തീർക്കേണ്ടി വന്നു. അവർക്ക് പുറപ്പെടാനുള്ള സമയമൊക്കെ ആയ കാരണം ഞങ്ങൾ ഭയങ്കര സ്പീഡിലാണ്. നന്നായി ഫിനിഷ് ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റിയില്ല. ഞങ്ങൾ
പെട്ടെന്ന് തന്നെ അത് ചെയ്ത് തീർക്കാനുണ്ടായത്. അവിലത്തെ ഞങ്ങളുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടോ. ഒരു 10 മണിയോട് കൂടിയിട്ട് നമ്മളെല്ലാം ഫിനിഷ് ചെയ്തു. അതിനുശേഷം ഇനി എന്ത് ചെയ്യും രമണ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർക്ക് ഇനിയുള്ളത് 2 മണിക്കാണ് നമ്മുടെ അഞ്ജലിയിലെ റിസപ്ഷൻ്റെ വർക്ക്. അതുവരെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതിലായിരുന്നു. നല്ല മഴയുണ്ട്, അതുകൊണ്ട് തന്നെ പുറത്ത് കിടന്ന് കറങ്ങാനുള്ള പരിപാടി നടക്കില്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾക്കൊരു ആശയം ഉദിച്ചു, നമുക്കൊരു ഫിലിമിന് കയറിയാലോ എന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ വേഗം തിയേറ്ററൊക്കെ തപ്പി ഞങ്ങളൊരു ഫിലിമിന് കയറി. 10:15 തന്നെ ഫിലിം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പക്ഷേ അതിലേറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് മാത്രമായിട്ടൊരു തിയേറ്റർ പ്രവർത്തിച്ചത്. ആ സമയത്ത് ഞാനും ഹസ്ബൻഡും പിന്നെ എൻ്റെ ഫ്രണ്ടും അനിയത്തി മാത്രം. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരു തിയേറ്ററിൻ്റെ ഉള്ളിലിരുന്ന് ഫിലിം കണ്ടു എന്നുള്ളൊരു ചരിത്രം കുറിച്ചു. പടക്കളം എന്ന് പറഞ്ഞ ഫിലിമാണ് കണ്ടത്. വലിയ കുഴപ്പമില്ലാത്ത ഫിലിം തന്നെ പറയാൻ പറ്റുള്ളൂ. കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. അത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഫിലിമാണ്. ഞങ്ങൾക്ക് കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾക്ക് ടൈം പോകണതിൻ്റെ അത്യാവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാം അതൊക്കെ കണ്ട് സഹിച്ചിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ റിസപ്ഷൻ്റെ വർക്കിനായിട്ട് പോയി. നമുക്ക് റിസപ്ഷൻ്റെ വർക്കിൻ്റെ ലൊക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കണ്ടുപിടിക്കാനായിട്ട്. ആദ്യം അവർക്ക് ലൊക്കേഷൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സമയം വണ്ടിയിൽ കിടന്ന് കറങ്ങി. കാരണം അവർ പറയണതിനനുസരിച്ചിട്ട് ആണ് നമ്മൾ പോയത്. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയത്. അതിനുശേഷം വേഗം റിസപ്ഷൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ലെൻസൊക്കെ റിമൂവ് ചെയ്യിപ്പിച്ചു. കാരണം നൈറ്റ് ആൾക്ക് തന്നെ ഊരാൻ പറ്റില്ല. അപ്പോൾ റിസപ്ഷൻ്റെ വർക്കിന് ലെൻസ് വെക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ലെൻസൊക്കെ റിമൂവ് ചെയ്തു. പിന്നെ അധികം ടൈമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെറിയൊരു മേക്ക് ഓവർ ചേഞ്ച് ചെയ്തിട്ട് മേക്കപ്പിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ റിസപ്ഷൻ്റെ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തത്. ടൈം വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ അവരെ സ്ഥലത്തേക്ക് എത്താനുമുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ വർക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. നമ്മുടെ ഫ്രണ്ടിനെ ചെറുതുരുത്തിയിലിറക്കി. അതിനുശേഷം അനിയത്തിനെ തിരിച്ച് കൂനമുച്ചിയിൽ കൊണ്ടാക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ കുറച്ച് ബുദ്ധിമുട്ടി തിരിച്ച് റിട്ടേൺ വരുമ്പോൾ. എന്തായാലും ഞങ്ങളങ്ങനെ ഞങ്ങളുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് റിട്ടേൺ എത്തി. അനുഗ്രഹത്തിൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നന്നായി നടന്നു. അങ്ങനെ ഞങ്ങളുടെ വർക്കും നല്ല രീതിയിൽ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയിട്ടാണ്. അപ്പോൾ വർക്കിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വ്ളോഗ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വ്ളോഗുമായിട്ട് ഇനിയും കാണാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.